ഇടത് വലത് ജിഹാദി കൂട്ടുകെട്ടിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാനൊരുങ്ങി ബി.ജെ.പി. ഇടത് വലത് മുന്നണികൾ കേരളത്തെ മതരാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയാക്കുമ്പോൾ ഭീകരവാദം കേരളത്തിൽ വളരുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ബി.ജെ.പി. കോഴിക്കോട് ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. നിരോധിത തീവ്രവാദ സംഘടന പോപ്പുലർ ഫ്രണ്ടിന് ഏറെ വേരോട്ടമുണ്ടായിരുന്ന മലബാറിന്റെ മണ്ണാണ് ബി.ജെ.പി. ഭീകരവാദത്തിനെതിരെ പ്രതിരോധം തീർക്കാനുള്ള പോരാട്ടത്തിനായി തെരഞ്ഞെടുത്തതെന്നത് ഏറെ ശ്രദ്ധേയം. കോഴിക്കോട് മുതലക്കുളത്ത് നടന്ന ജനജാഗ്രതാ സദസ്സ് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. ഒരു ലീഡറിന്റെ വാക്ക് ഞാൻ കേട്ടു. അയാൾ പറയാണ് മതമാണ് മതമാണ് മതമാണ്. ബി.ജെ.പി. എൻ.ഡി.എ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് വികസനമാണ്. എല്ലാവർക്കും വേണ്ടി വികസനമാണ്, എല്ലാവരുടെ ഒപ്പം വികസനമാണ്. ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഓരോരോ വീട്ടിൽ പോയിട്ട് ഈ ജമാഅത്തിനെ കുറിച്ച് ചർച്ച ചെയ്യിപ്പിക്കണം. റാലിയിൽ ഭീകരവാദ വിരുദ്ധ ജ്വാല തെളിയിച്ചു. മാറാടിന്റെ മണൽപ്പരപ്പിൽ പിടഞ്ഞു വീണ ധീരന്മാരെ ഇല്ല, നിങ്ങൾ മരിക്കുന്നില്ല. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ദേശീയതയും മതേതരത്വവും സമൂഹത്തെ ബാധിച്ച രോഗമാണെന്ന് പ്രഖ്യാപിച്ച ജമാഅത്ത് ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്ന യു.ഡി.എഫും എസ്.ഡി.പി.യെ വെള്ളപൂശുന്ന എൽ.ഡി.എഫ് നിലപാടും സുരക്ഷിത കേരളത്തിന് ഭീഷണിയാണെന്ന് തുറന്നു കാണിക്കുന്നതായിരുന്നു ജാഗ്രതാ റാലി. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജമാഅത്ത് ഇസ്ലാമി എന്ന വർഗീയ സംഘടനയോട് കൂട്ടുകൂടുന്ന ഇടത് വലത് മുന്നണികളുടെ യഥാർത്ഥ മുഖം വീട് വീടാന്തരം കയറി ബോധ്യപ്പെടുത്തണമെന്ന് രാജീവ് ചന്ദ്രശേഖർ ആഹ്വാനം ചെയ്തു. പരിപാടിക്കിടെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായ ജയേഷ് രാഘവൻ, എഴുത്തുകാരനായ വത്സൻ നെല്ലിക്കോട് എന്നിവർ ബി.ജെ.പി. അംഗത്വം സ്വീകരിച്ചു. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ എം.ടി. രമേശ്, എസ്. സുരേഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ എം. അബ്ദുൾ സലാം എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. ജനം, കോഴിക്കോട്.